മരക്കുറ്റികളായിരുന്നു ഇതിൻ്റെ പ്രചരണ രംഗത്തുണ്ടായിരുന്ന ആളുകളൊക്കെ. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച ദാർനജാത്ത് പള്ളിയിലെ ഖത്തീബ് ഈ സമ്മേളനം ആളുകളോട് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ സമസ്തയുടെ പ്രസിഡന്റിന് ഊന്നൽ നൽകി. ആയിക്കോട്ടെ, സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേര് പോലും മനഃപൂർവ്വം പറയാതിരിക്കാൻ ശ്രമിച്ചു. ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. അവരൊരു പദ്ധതി ഇട്ടിരുന്നു. എൻ്റെ ചോക്കാട് ഭാഗത്തുനിന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, നജാത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വണ്ടി ഇതിലെ ഓടുന്നുണ്ട്. ഇന്ന് പങ്കെടുക്കുന്ന ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. കൂട്ടത്തിൽ പിശുക്ക് കാണി പരിചയപ്പെടുത്തിയത് മഹാനായ തങ്ങൾ അവർകളെയാണ്. ഷെയ്ഖുൽ ജാമിഅ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ മഹനീയ അധ്യക്ഷതയിൽ സർവരാലും ആദരണീയനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെന്ററിന്റെ 50-ാം വാർഷിക പ്രഖ്യാപനവും സമാദരണീയനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വേദിയിൽ നിർവഹിക്കുന്നു. കിംവദന്തികളും പറഞ്ഞു പരത്താൻ പറ്റും ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. വലിയ വിദ്യാഭ്യാസ വിപ്ലവം ബഹുമാനപ്പെട്ട ഉസ്താദ് നടത്തി നമ്മളെ ഏൽപ്പിച്ച ഉസ്താദ് കടന്നുപോയി. നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെയൊക്കെ വാർഷികം വരുമ്പോൾ ഈ മുറ്റത്തെ കൊണ്ട് കടന്നു വരിക, ഇതിന്റെ പ്രവർത്തകർക്ക് പ്രചോദനം നൽകുക, അങ്ങാടികളിൽ നിന്ന് വേണ്ടതും വേണ്ടാത്തതും പറയാതെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഉപകാരങ്ങൾ ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. സമ്മേളനം 2 ദിവസം പിന്നിട്ടു. സമാപന സമ്മേളനമാണ്. ആ സമാപന സമ്മേളനത്തിൽ പ്രമുഖരായ ആളുകൾ സംബന്ധിക്കുന്നു. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അവരൊക്കെ വളരെ വിലപിടിച്ച സമയം മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങളുടെയും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും വഫാത്തിന് ശേഷം അവരെ 2 പേരുടെയും ഉത്തരവാദിത്തം ചുമക്കേണ്ടി വന്ന ഒരാളാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. അവർക്കൊന്നും സമയം തീരെയില്ല. എന്നിട്ടും ഈ സ്ഥാപനങ്ങളുടെയൊക്കെ സമ്മേളനങ്ങൾക്ക് വേണ്ടി അവരിവിടെ ഓടി വരുമ്പോൾ ഇവിടെ വിജനമായൊരവസ്ഥ, ആർക്കും താല്പര്യമില്ലാത്തൊരവസ്ഥ, ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മളെല്ലാവരും അവർ വരുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടി അവർക്ക് സന്തോഷം നൽകണം. അങ്ങനെ നമ്മുടെ ഈ സ്ഥാപനത്തെ വളർത്തുന്നതിൽ ഒരു ശാരീരികമായ പങ്കുകൊണ്ടെങ്കിൽ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. പിന്നെയും ഒരുപാട് പ്രമുഖർ വരുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ കാര്യദർശി ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് ഈ പരിപാടിയിൽ വരുന്നുണ്ട് അധ്യക്ഷനായിക്കൊണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലെ ഉന്നതന്മാരായ ആളുകൾ കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള, ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള, ടി അബ്ദുൽ വഹാബിനെ പോലെയുള്ള, അനിൽകുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ എല്ലാവരും പ്രമുഖരാണ്. ഇനി ഞാൻ പേര് പറയാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ അവരൊക്കെ ഇവിടെ വരുന്നു. അപ്പൊ അവരൊക്കെ വരുമ്പോ നമ്മൾ ഈ സമ്മേളനത്തിന് വലിയ ഒരു ജനാവലി ഒരുമിച്ച് കൂടുമ്പോ അതിവിടുത്തെ പ്രവർത്തകർക്കും അവർക്കും നമുക്കും ഒക്കെ ഒരു സന്തോഷമാണ്. നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കൽ നമ്മുടെയൊക്കെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യം അതിൽ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി വളരെ വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയവരെ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാഴ്ചകളും അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെ അല്ലാഹു ഉയർച്ചയിൽ ഉയർത്തട്ടെ.
ബഹുമാനപ്പെട്ട KT ഉസ്താദിനോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനം ഉണ്ടായത് മുതൽ ഇന്ന് വരെ ആരൊക്കെ ശാരീരികമായി, സാമ്പത്തികമായി, മറ്റു പല നിലക്ക് ഈ സ്ഥാപനത്തെ സഹായിച്ചോ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കട്ടെ. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നാട്ടിലും മറുനാട്ടിലുമായുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അവർക്ക് ജോലികൾ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായ ആളുകളുണ്ട്. അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم